ഇന്ന് മോൻ്റെ കുറച്ച് കുട്ടി പിയാനോ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവനിന്ന് പിയാനോ എക്സാമാണ്. ഫസ്റ്റ് ടൈമാണ് അവൻ ഇവിടെ വന്നിട്ട് പിയാനോ എക്സാം എഴുതുന്നത്. അവനിവിടെയുള്ള യമഹ മ്യൂസിക് സ്കൂളിലാണ് കേട്ടോ പിയാനോ പഠിക്കുന്നത്. അവിടെ തന്നെയാണ് എക്സാമും. നന്നായി ചെയ്തോട്ടോ. അവൻ എക്സാമിന് പോകാൻ നിൽക്കുകയാണ്. അവൻ യമഹ സ്കൂൾ ഓഫ് മ്യൂസിക്കിന് ഗ്രേഡ് 11 പിയാനോ പാസ്സായിരിക്കുകയാണ് കേട്ടോ. ഹാപ്പി ആയില്ലേ മോനെ? എങ്ങനെയുണ്ടായിരുന്നു എക്സാമിനെ കുറിച്ചൊന്ന് പറഞ്ഞു. കുറെ 2 സോങ്സ് ഉണ്ട് വായിക്കാൻ. പിന്നെ അത് ഭയങ്കര ഗുഡായിരുന്നു. എനിക്ക് ഒരു ടീച്ചർ ഒരു ചെറിയൊരു സോങ് പ്ലേ ചെയ്ത് തന്നു. അത് ഞാൻ കോപ്പി ചെയ്യണം. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഒരു നോട്ട്സ് തന്നിട്ട് അത് പറഞ്ഞല്ലോ. അത് പിന്നെ അത് ഞാൻ പറഞ്ഞു. ഒരു നോട്ട്സ് എടുത്തിട്ടുണ്ട്, ഒരു ലൈന്, പിന്നെ അത് ഞാൻ വായിക്കണം. ഈ 2 സോങ്സ് ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്ത് പോകുന്നതാണ്. ബാക്കിയൊക്കെ സഡൻ ആയിട്ട് അവർ അവിടെ നിന്ന് കൊടുക്കുന്നതാണ്. നന്നായി ചെയ്തല്ലോ. എത്ര മാർക്ക് കിട്ടി മോനെ 50-ൽ? 45 ഔട്ട് ഓഫ് 50. വെൽ ഡൺ. ഹാപ്പി ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ. നമ്മൾ എന്നിട്ട് നേരെ മുകളിലേക്കാണ് കേട്ടോ പോയത്. മെയിനായിട്ട് അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം, കാരണം അവൻ എക്സാമൊക്കെ പാസ്സായതല്ലേ. അതിൻ്റെ സന്തോഷത്തിന് അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ വിചാരിച്ച സാധനത്തിന് പുറമെ നമ്മൾ അതിൻ്റെ ഇരട്ടി സാധനങ്ങൾ വാങ്ങിയിട്ടാവും തിരിച്ചു വരിക. അതുപോലെ തന്നെയാണ് ഞങ്ങൾ പോയ പോക്കിന് അവിടെ യൂണിക്ലോയിൽ കയറി ഏട്ടന് തെർമൽസ് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ കയറിയത്. എനിക്ക് ഈ വിൻ്റർ വെയറിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ കിട്ടിയതൊക്കെ ഇവിടെ ഈ ഷോപ്പിൽ വന്നതിന് ശേഷം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓഫീസിലേക്കൊക്കെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് പോകണം എന്നുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. പിന്നെ ഇതിൻ്റെ കംഫർട്ട് ലെവൽ വേറെ ലെവലാണ് മക്കളെ. റേറ്റ് അത്ര ചീപ്പല്ല കേട്ടോ. നമുക്ക് തെർമൽസ് ഒരു $50-60 ഉള്ളിൽ കിട്ടും. കോട്ടുകളൊക്കെ ആണെങ്കിൽ 100 and above ആണ് റേറ്റ് വരുന്നത്, കണ്ടില്ലേ. പക്ഷേ അതിൻ്റെ കംഫർട്ട് ലെവൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു നഷ്ടമില്ല കേട്ടോ. മെയിനായിട്ട് ഓഫീസിലേക്കൊക്കെ ഇട്ട് പോകാൻ ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇതിൽ ഒരുപാട് കളർ പാറ്റേൺസ് ഉണ്ട്, മെറ്റീരിയൽസ് തന്നെ ഒരുപാടുണ്ട്. നമുക്ക് ഇട്ട് നോക്കി സെലക്ട് ചെയ്യാം, പല തരത്തിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഈ യൂണിക്ലോ ക്ലോത്തിങ് ബ്രാൻഡ് ജപ്പാൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടെക്നോളജി വിട്ടൊരു കളിയില്ല കേട്ടോ. ഓരോ ഡ്രസ്സിൻ്റെ മേലെയും അൾട്രാ തിൻ ടെക്നോളജി, സ്ലിം ടെക്നോളജി, അങ്ങനെ ഫുൾ ടെക്നോളജിയുടെ കളിയാണ് ഇവർക്ക്. അതെല്ലാം പോട്ടെ, ബില്ലടിക്കാൻ ചെന്നപ്പോഴാണ് നമ്മൾ അതിലും വലിയ ടെക്നോളജി കണ്ടു ഞെട്ടിയത്. സാധാരണ നമ്മൾ സെൽഫ് ബില്ലിംഗ് ആണെങ്കിലും ബാർകോഡ് റീഡ് ചെയ്യണമല്ലോ. ഇവിടെ അതുപോലും വേണ്ട. നമ്മൾ ജസ്റ്റ് നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യും. ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബാസ്ക്കറ്റ് ആണെങ്കിൽ ബാസ്ക്കറ്റ് ജസ്റ്റ് അതിൽ വെച്ചാൽ മതി, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യും. നമ്മൾ ബില്ല് പേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ പോയത് റീബെല്ലിക്കാണ് കേട്ടോ. മോനെ ക്രിക്കറ്റ് ബാറ്റ് നോക്കാൻ വേണ്ടി പോയത്. അവൻ്റെ ബാറ്റ് ഓൾറെഡി ചെറുതായി. അവൻ കുറേ പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് പുതിയ ബാറ്റ് വാങ്ങി തായോ എന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവരുടെ ഈ ബ്രാഞ്ചിൽ ക്രിക്കറ്റ് ബാറ്റിൻ്റെ സെക്ഷൻ ഇല്ല എന്നുള്ളത്. പാവം, അവന് ഭയങ്കര സങ്കടമായിട്ടോ. അങ്ങനെ പിന്നെ പോയ പോക്കിന് 2 ബോളൊക്കെ എടുത്ത് തട്ടി നോക്കി അങ്ങനെ തിരിച്ച് നമ്മൾ പോന്നു കേട്ടോ. സങ്കടമായിട്ടാണ് കേട്ടോ ആ പോക്ക്. ഇപ്പോൾ ബാറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ് ആൾ. അപ്പോൾ അങ്ങനെ സങ്കടം മാറ്റാൻ വേണ്ടി നമ്മൾ നേരെ ചെന്നപ്പോൾ മാക്രോൺസ് കണ്ടു. അവനത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചൊക്കെ ഹാപ്പി ആയിട്ടുണ്ട് ആൾ. പിന്നെ ഈ പിള്ളേർ പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നമുക്ക്. പക്ഷേ ഇന്ന് അവന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ അവൻ അങ്ങനെ ഒന്നും ആവശ്യപ്പെടാറില്ല. അവൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ്. അവിടുന്ന് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാനാണ് പോയത്. ഡിന്നർ അവന് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവൻ്റെ ഫേവറേറ്റ് ഫുഡായ നെയ് റോസ്റ്റ് കഴിക്കാൻ വേണ്ടി ആനന്ദ് ഭവനിൽ വന്നിരിക്കുകയാണ്. എന്താ കഴിക്കാൻ പോണേ? ഹലോ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? നെയ് റോസ്റ്റ് ആണോ അപ്പോൾ കഴിക്കാൻ പോണേ? എന്തിനാ നെയ് റോസ്റ്റ് കഴിക്കുന്നത്? ഋതു പിയാനോ പാസ് ചെയ്യേണ്ട ട്രീറ്റ് ആണല്ലേ? നമ്മുടെ ഇടിയപ്പം എത്തി. ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ, ചായ. നമ്മളുണ്ടാക്കി കഴിക്കുക എന്നല്ലാതെ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ചായ കിട്ടുകയില്ല. ഇവർ പറയുന്ന ചായ ടീ എന്നൊക്കെ പറയുന്ന സംഭവം വേറെ എന്തോ ആണ്, വായ വയ്ക്കാൻ കൊള്ളില്ല.
ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് നല്ല ചായ കുടിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ ആസ്വദിച്ച് കുടിക്കുന്നത്. വട പറഞ്ഞില്ലേ ഈശ വട? അത് അമ്മ മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ ചായ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അതായിരിക്കുന്നത്. പക്ഷെ ഞാൻ ചായ അധികം കൊടുക്കാറില്ല, ഞാൻ കുറച്ചേ കൊടുത്തുള്ളൂ. അതിനുള്ളതാണ് ഈ പറയുന്നത് കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫുഡ്. എനിക്ക് ഇഷ്ടമുള്ളത് ഫുഡ് ഇതാണ്. ഇങ്ങനെ പോട്ടോ. ഞാൻ കഴിച്ച് കാണിച്ചു കൊടുക്കുക. Oh my god. ഋത്തുവിനേക്കാളും വലുതാണല്ലോ ഋതു. ഋതുവിന്റെ ഫേവറേറ്റ് ഗീ റോസ്. മൈ നോർമൽ മസാല ദോശ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കണ്ടോ രാത്രിയായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളും ഹാപ്പിയായി, അവനും ഹാപ്പിയായി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കഥ എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബായ്, നമുക്ക്